ഹായ് മക്കളെ, എന്തെല്ലാടാ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഹാപ്പി ആണോടാ എല്ലാവരും? അങ്ങനെ ചോദിച്ചാൽ ലേശം പ്രശ്നമാവും. എല്ലാവരും ഒന്നും ഹാപ്പി അല്ല, കുറെ ആൾക്കാർ സാഡ് തന്നെയാണ് അല്ലേ? എന്തൊക്കെയാടാ കാരണം ചോദിച്ചിട്ട് ഒന്നും അറിയുന്നില്ലല്ലോ. നമ്മൾ എന്തോ സാഡായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. എന്താ, കുറെ പൈസ ഉണ്ടെങ്കിൽ ഹാപ്പിനെസ് കിട്ടും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പൈസ വന്നിട്ടും ഹാപ്പിനെസ് വരുന്നില്ല, പ്രശസ്തി വന്നിട്ടും ഹാപ്പിനെസ് വരുന്നില്ല, അത് കിട്ടിയിട്ടും ഹാപ്പി ആവുന്നില്ല, ഇത് കിട്ടിയിട്ടും ഹാപ്പി ആവുന്നില്ല, എന്ത് കിട്ടിയിട്ടും നമ്മൾ ഹാപ്പി ആവുന്നില്ല. എന്താണല്ലോ പ്രശ്നം? എടാ, നമ്മൾ വിചാരിക്കുന്ന വലിയ വലിയ കാര്യങ്ങളിലൊന്നും ആയിക്കോളണമെന്നില്ല ഹാപ്പിനെസ്. ചെറിയ 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 കാര്യങ്ങളിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് കിടക്കുന്നത്. അത് നമ്മൾ കണ്ടെത്തണം എന്ന് മാത്രം. അപ്പം ഞാൻ നിങ്ങൾക്ക് വലിയ കുറേ ലിസ്റ്റ് ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയൊന്നും അല്ല കേട്ടോ പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു ഹാപ്പി ആയിട്ട് ഒരു സമാധാനത്തിൽ നിൽക്കണമെങ്കിൽ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം എല്ലാവരും സെറ്റാണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. ഞാനൊരു വഴിക്ക് ഇങ്ങനെ പോകുമ്പം ഞാൻ ഒരു പട്ടീനെ കണ്ട്. പട്ടി ഭയങ്കര കരച്ചില്. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എന്താടാ ഇവൻ ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഓനെ എടാ കിടക്കുന്നത് ആണിന്റെ മുകളിലാണ് കിടക്കുന്നത്. ആണിന്റെ മുകളിൽ കിടന്നിട്ട് ഇങ്ങനെ കരയാ. അപ്പൊ ഞാൻ ആലോചിച്ച് ഇതിനെന്താ എണീച്ച് പോയിക്കൂടെ? ആണിന്റെ മുകളിൽ നിന്ന് എണീച്ച് പോയിക്കൂടെ? എന്നാലും അങ്ങ് റെഡി ആവൂലേ? പക്ഷെ ആയിട്ട് എണീച്ച് പോകുന്നില്ല. നോക്കടാ, ആ പട്ടി അവിടെ എന്താ ചെയ്യണ്ടേ? ആണിന്റെ മുകളിൽ നിന്ന് എണീച്ചങ്ങ് പോവുക. അപ്പൊ ആ വിഷമം മാറും, അല്ലെങ്കിൽ ആ വേദന മാറും. അത് ചെയ്യാണ്ട് അതിൻ്റെ മുകളിൽ കിടന്ന് ഇങ്ങനെ നിലവിളിച്ചോണ്ടിരിക്കുക. എടാ, ഇത് തന്നെയാടാ നമ്മുടെയും പ്രശ്നം. എന്ത്? നമ്മൾ ചെയ്യേണ്ട സാധനം ചെയ്യാണ്ട് നമ്മൾ ആടെ കിടന്ന് ഇങ്ങനെ നിലവിളിച്ചിരിക്കും. എടാ, നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം. അപ്പം ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ പറഞ്ഞു തരാന്ന്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യമാണ് മക്കളെ എന്ത് ഐഡന്റിഫൈ ഇമ്മീഡിയറ്റ് ടാസ്ക് എന്നുള്ളത്. എന്താണത്? ഒന്നുമില്ല, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുക. ഇപ്പൊ നമ്മൾ അർജന്റായി ചെയ്യേണ്ട വർക്ക് എന്താ? അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും, ആ ചാപ്റ്റർ പഠിക്കാൻ പറഞ്ഞു, യെസ് അത് നല്ല അർജന്റാ, അത് വേഗം ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതിലേക്ക് അങ്ങ് ഇറങ്ങുക, ചുമ്മാ അതിലേക്ക് അങ്ങ് ഇറങ്ങുക. അത് ചെയ്യാണ്ടിരുന്ന എന്താ പ്രശ്നം? ചാപ്റ്റർ പഠിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിക്കേണ്ടി വരും. അത് നമ്മൾ വേഗം അങ്ങോട്ട് ചെയ്താൽ നമുക്ക് എന്താകും? നമ്മൾ ഹാപ്പി, നമുക്ക് ആ ടെൻഷൻ ഇല്ല. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യുക? അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ എന്ത് ചെയ്യണം, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം, അത് നമ്മൾ എപ്പോഴും ആലോചിക്കണം. ഇപ്പൊ ഞാൻ അർജന്റായി ചെയ്യേണ്ട കാര്യം എന്താ? ആ കാര്യം എന്ത് ചെയ്യാം. ഓക്കെ, അതിന് രണ്ടാമത്തേത് സ്പ്ലിറ്റ് ചെയ്യണടാ. ഇപ്പൊ നമുക്കൊരു ചാപ്റ്റർ പഠിക്കണമെങ്കിൽ മൊത്തം പഠിക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമുക്ക് നടക്കൂല, നമുക്ക് ചടയ്ക്കും. എടോ നോക്ക്, ഇവിടുന്ന് ഇങ്ങോട്ട് ഇപ്പൊ 10,000 കിലോമീറ്റർ നടക്കണമല്ലോ എന്നുള്ളൊരു മൈൻഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ബോറടിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ചെറിയ ചെറിയ ടാസ്കുകളാക്കി സ്പ്ലിറ്റ് ചെയ്യുക. 10,000 കിലോമീറ്ററിന്റെ യാത്രയിൽ നമ്മൾ പോകുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് ഒരു സിംഗിൾ സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടല്ലേ ആണല്ലോ. അപ്പൊ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ അതൊക്കെ അച്ചീവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ടാസ്കും എന്താക്കുക മക്കളെ? ചെറിയ ചെറിയ ടാസ്കുകളായി സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് മൂന്നാമത് ഞാൻ പറയാൻ പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. നന്ദിയുള്ളവരാവുക. എടാ, നമുക്ക് ലഭിച്ച നല്ല കാര്യങ്ങൾക്ക് നമ്മൾ എന്തുള്ളവരാവുക? നന്ദിയുള്ളവരാവുക. അപ്പോൾ നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ മക്കളെ ലഭിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇനി ഇപ്പോൾ തിരിച്ചു പറയുകയാണെങ്കിൽ, നമുക്ക് ലഭിച്ച നല്ല കാര്യങ്ങളിൽ നമ്മൾ ഒരു നന്ദിയില്ലാണ്ട് നിൽക്കുകയാണെങ്കിൽ ആ സാധനം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? ഞാൻ ക്ലിയർ ആകാം. ഇപ്പൊ എൻ്റെ കയ്യിലൊരു ബൈക്ക് ഉണ്ടെന്ന് വിചാരിക്കടാ. അപ്പൊ ഞാൻ ആ ബൈക്കിന് എന്ത് ചെയ്യുന്നില്ല, എനിക്ക് ആ ബൈക്ക് ഉണ്ട് എന്നുള്ള ഒരു സംഭവമായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല. ഒരു ബൈക്ക് ഉണ്ട്, എനിക്ക് അതിനോടൊരു നന്ദി ഇല്ലാത്ത പോണം. ഒരു ബൈക്ക് ഉണ്ട്, ആ ബൈക്കല്ലേ, ബൈക്ക് എല്ലാ കാലവും അവിടെ ഉണ്ടാവും. അങ്ങനെ എൻ്റെ കയ്യിലുള്ള ഒരു സാധനം എല്ലാ കാലവും അതിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ നിന്നാൽ എനിക്ക് അതിനോടൊരു നന്ദി ഇല്ലാണ്ടാവും. സ്വാഭാവികമായിട്ടും ആ ബൈക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ വലിയൊരു സംഭവം കാര്യമായിട്ടൊരു നന്ദി ഇല്ലാതെ എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഞാൻ ആ ബൈക്കിൻ്റെ പണി കറക്റ്റ് ടൈമിന് എടുക്കൂല, ഞാൻ ആ ബൈക്കിൻ്റെ ഓയിൽ നല്ലോണം മാറ്റൂല. അങ്ങനെ ഞാൻ അതിനെ തീരെ കെയർ ചെയ്യാണ്ട് എന്നാൽ എന്താവും? മെല്ലെ എൻ്റെ ബൈക്ക് നശിച്ചു പോകും. നോക്കടാ, നല്ലൊരു ബൈക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതെങ്ങനെ നശിച്ചേ? ഞാൻ അതിനെ കെയർ ചെയ്യായിട്ട് എനിക്ക് അതിനോട് നന്ദി ഇല്ലായിട്ട്. അപ്പോൾ മക്കളെ, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾക്ക്, നമുക്ക് ലഭിച്ച നല്ല കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അത് അവിടെ നിൽക്കുകയും ചെയ്യും. കൂടുതൽ നല്ല കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുകയും ചെയ്യും. നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ മക്കളെ, ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല, ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നമുക്ക് വലിയ വീഡിയോ വേറെ ചെയ്യാം. അപ്പൊ ഇപ്പൊ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഉഷാറാക്കിയിട്ട് എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. വേറെ ഇപ്പൊ എന്താ പറയാനുള്ളത്? വേറെ ഒന്നും പറയാനില്ല മക്കളെ. അടിപൊളി വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. ഇപ്പൊ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആക്കി നിൽക്കി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയട്ടോ മക്കളെ. ഇനി നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെടാ, ഒന്നും വിഷമിക്കേണ്ട. ഇപ്പൊ ചെയ്യേണ്ട അർജന്റ് ടാസ്ക് ഒക്കെ വേഗം പോയി ചെയ്തോളി. ഓക്കെ, ബൈ, സീ യു.